ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് സകല വിശുദ്ധരുടെ തിരുനാൾ ദിവസമാണ്. നിനക്ക് തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നേരുകയാണ്. വിശുദ്ധർ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞിട്ട് ആ ഹിതത്തിന് ജീവൻ കൊടുത്തവരാ. അവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചു. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 3-ാം തിരുവചനം ഇങ്ങനെ പറയുകയാണ്: ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ആത്മാവിലെ ദാരിദ്ര്യം. എന്താ ആത്മാവിലെ ദാരിദ്ര്യം? ഈശോയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതത്തെ മുഴുവൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ശൂന്യരായിത്തീരുക. അങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണെന്ന് പറയുക. അവർ സ്വർഗരാജ്യം എത്തിയിരിക്കുക. അത് നമ്മൾ ഇന്ന് ആഘോഷിക്കുക. പ്രിയ സഹോദര സഹോദരി, നീ വിളിക്കപ്പെട്ട വ്യക്തിയാ. എന്തിനാ വിളിക്കപ്പെട്ടത്? സ്വർഗരാജ്യത്തിൽ ഈശോടൊപ്പം വിരുന്നിനിരിക്കുവാനായിട്ട് വിളിക്കപ്പെട്ട വ്യക്തിയാ. സ്വർഗരാജ്യത്തിൽ ഈശോടൊപ്പം വിരുന്നിനിരിക്കണമെങ്കിൽ നീ നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഈ ലോകത്തിലെ സങ്കടങ്ങൾ, ഈ ലോകത്തിലെ അസ്വസ്ഥതകൾ, ഈ ലോകത്തിലെ പിരിമുറുക്കങ്ങൾ, ഇതെല്ലാം നിന്നെ ക്രിസ്തുവിലേക്ക് ഒരു പടി കൂടി അടുപ്പിക്കണം. ഇതിൻ്റെ എല്ലാം നടുവിൽ തകരാതെ എനിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സ്വർഗരാജ്യം ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ മുന്നോട്ട് പോകാൻ നിനക്ക് സാധിക്കണം. അവിടെ നിനക്ക് സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കൽ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അത് നിന്റെ കൂടി തിരുനാളായി മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തിന് നന്ദി പറയാണ്. ഈശോയെ, ഈ വ്യക്തിയെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഈ വ്യക്തിക്ക് ഇടവരട്ടെ. ഈ ദിവസത്തിന് വേണ്ട സകല നന്മകളും നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. അങ്ങേ പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ